ഹലോ ലവ്ലീസ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ വിചിത്രവും എന്നാൽ അതിലേറെ ഭയപ്പെടുത്തുന്നതുമായ ഒരു കഥയാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ ഒരു രഹസ്യ ലോകത്തേക്കാണ് ഈ കഥ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനപ്പുറം ഒരിക്കലും അവസാനിക്കാത്ത, ആരും ഇതുവരെ കണ്ടില്ലാത്ത മറ്റൊരു ലോകം ഉണ്ടെങ്കിലോ എന്ന്? അങ്ങനെ ഒരു ലോകത്തിൻ്റെ കഥയാണിത്. പൂർണ്ണമായും ശ്രദ്ധയോടെ കേൾക്കുക, കാരണം ഓരോ നിമിഷവും ഉദ്വേഗജനകമാണ്. ഈ കഥ മുഴുവൻ ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 1990 ജൂൺ മാസം 19-ാം തീയതിയിലാണ്. വളരെ സാധാരണമായൊരു ദിവസമായിരിക്കണം അത്. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായൊരു ദിവസമായിരുന്നു. അപ്രതീക്ഷിതമായി എങ്ങനെയെന്നറിയാതെ ഒരു മനുഷ്യൻ പെട്ടെന്ന് തികച്ചും അപരിചിതവും ഭയപ്പെടുത്തുന്നതുമായൊരു സ്ഥലത്ത് അകപ്പെടുകയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരിക്കലും അവസാനിക്കാത്ത ബാക്ക് റൂമുകളുടെ അഗാധമായ ലോകത്താണ് ആളിപ്പോൾ ഉള്ളത്. ചുറ്റും നോക്കുമ്പോൾ എങ്ങോട്ട് രക്ഷപ്പെടാൻ ഒരു വഴിയും അയാൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരേപോലെയുള്ള മഞ്ഞ ഭിത്തികളും പഴയ കാർപ്പറ്റുകളും മാത്രമുള്ള ഈ സ്ഥലം അവനിൽ അതിയായ പരിഭ്രാന്തി സൃഷ്ടിച്ചു. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അയാൾ പൂർണ്ണമായും ഭയന്ന് വിറച്ചുപോയി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തു കടക്കണം എന്ന അതിയായ ആഗ്രഹത്തോടെ, വലിയ നിരാശയോടെ അയാൾ ഇടനാഴികളോട് ലക്ഷ്യമില്ലാതെ ഓടാനും നടക്കാനും തുടങ്ങി. രക്ഷപ്പെടാനുള്ള ഒരു വാതിലോ വഴിയോ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് തൊണ്ട പൊട്ടുമാറ് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഇവിടെ വന്ന് പുറത്തു കടക്കാൻ സഹായിക്കണേ എന്നവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആനന്ദമായ മഞ്ഞ ഇടനാഴികളിൽ അവൻ്റെ ശബ്ദം ആരും കേട്ടില്ല. ഒരു ജീവി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ശബ്ദം ആ ശൂന്യതയിൽ അലിഞ്ഞില്ലാതായി. ആരും തന്നെ രക്ഷിക്കാൻ വരുന്നില്ല എന്ന യാഥാർത്ഥ്യം അവനെ കൂടുതൽ തളർത്തി. പെട്ടെന്നാണ് ആ വലിയ നിശബ്ദയെ കീറി മുറിച്ചുകൊണ്ട് വലിയൊരു ശബ്ദം അവിടെ കേൾക്കുന്നത്. വലിയൊരു സ്ഫോടനം നടന്ന പോലെയോ അല്ലെങ്കിൽ എന്തോ വലിയ ഭാരമുള്ള സാധനം താഴേക്ക് പൊട്ടി വീണതുപോലെയോ ആണ് ആ ശബ്ദം അനുഭവപ്പെട്ടത്. അത് കേട്ട് ഞെട്ടിപ്പോയാൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വളരെ സൂക്ഷ്മമായി നോക്കി. തനിക്ക് തൊട്ടടുത്ത് തന്നെയാണ് എന്തോ വലിയൊരു സംഭവം നടന്നതെന്ന് അവന് തോന്നി. എന്നാൽ അവിടെ പോയി പരിശോധിച്ചപ്പോൾ അവനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ തികച്ചും ശൂന്യമായിരുന്നു. യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഭയം വീണ്ടും ഇരുട്ടടിച്ചു. എങ്കിലും അവൻ അവിടെ നിൽക്കാതെ വീണ്ടും ആ മഞ്ഞ ഭിത്തികൾക്കിടയിലൂടെ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കിട്ടിയാലോ എന്നൊരു നേരിയ പ്രതീക്ഷ മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. അങ്ങനെ അവൻ അവിചിത്രമായ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ചില വിചിത്രമായ കാഴ്ചകൾ അവന് കാണാൻ കഴിഞ്ഞു. ആദ്യം കണ്ടത് ചുമരിലൊരു വിചിത്രമായ ബോർഡാണ്. എന്താണതിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായിരുന്നില്ല. പിന്നീട് തറയിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന കുറേ കടലാസുകൾ അവൻ കണ്ടു. ആ കടലാസുകൾ അവിടെ എങ്ങനെ വന്നു എന്നവന് മനസ്സിലായില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പഴയ കുഷ്യന് മുകളിൽ കുറച്ച് പക്ഷികളുടെ തൂവലുകൾ വെച്ചിരിക്കുന്നവൻ കണ്ടു. ഏറ്റവും ഭയപ്പെടുന്ന കാഴ്ച അതൊന്നുമായിരുന്നില്ല. മുകളിലേക്ക് നോക്കിയപ്പോൾ സീലിങ്ങിൽ വളരെ വലിയ ഭയപ്പെടുത്തുന്ന ഒരു ഇരുണ്ട ആറ അവൻ കണ്ടു. അത് രക്തമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്രയും വിചിത്രമായിരുന്നു. കൃത്യം ആ സമയത്ത് തന്നെ അവൻ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിചിത്രമായ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ രക്തം മരവിപ്പിക്കുന്ന ആ കാഴ്ച അവൻ കണ്ടു. ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് കറുത്ത നിറത്തിലുള്ള ഒരു വിചിത്ര രൂപം പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലും ജീവിയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തരം നിഴൽരൂപമായിരുന്നു അത്. അത് കണ്ടതും അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ പൂർണ്ണമായും പരിഭ്രാന്തനായി. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് ഒന്നുപോലും തിരിഞ്ഞു നോക്കാതെ അവൻ സർവ്വശക്തിയും എടുത്ത് മുന്നോട്ട് ഓടാൻ തുടങ്ങി. പല വഴികളിലൂടെയും ഇടനാഴികളിലൂടെയും അവൻ ലക്ഷ്യമില്ലാതെ ഓടി. അവസാനം അവൻ ചെന്നെത്തിയത് വളരെ വിചിത്രമായ ഒരു വിർച്വൽ റിയാലിറ്റി റൂമിലേക്കാണ്. അവിടെ എത്തി അവൻ രക്ഷപ്പെടാനായി മറ്റൊരു വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ കഴിഞ്ഞില്ല. അവൻ പുറകോട്ട് മാറി മറ്റൊരു വഴി നോക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആ കറുത്ത രൂപം അവൻ്റെ തൊട്ടുപിന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ആ രൂപം വളരെ ക്രൂരമായി അവനെ ആക്രമിച്ച് താഴേക്ക് തള്ളിയിട്ടു. അവൻ കയ്യിൽ പിടിച്ചിരുന്ന ക്യാമറയും വലിയ ശബ്ദത്തോടെ താഴേക്ക് വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ അതിഭയാനകമായ സംഭവത്തോടെയാണ് ബാക്ക് റൂംസിൻ്റെ ഈ ഇരുണ്ട കഥ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം കഥ പെട്ടെന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്കും മറ്റൊരു വ്യക്തിയിലേക്കും മാറുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മേരി എന്നു പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് അവിടെ കാണിക്കുന്നത്. വീട് പണിയുന്ന സമയത്ത് നനഞ്ഞ സിമൻറ്റിൽ മേരിയുടെയും അവളുടെ അമ്മയുടെയും കൈപ്പത്തിയുടെ അടയാളം പതിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. അതവളുടെ കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരവും എന്നാൽ നഷ്ടപ്പെട്ടു പോയതുമായ ഒരു ഓർമ്മയുടെ അടയാളമായിരുന്നു. ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ മേരി ഒരു മുതിർന്ന സ്ത്രീയാണ്. മാത്രമല്ല അവളൊരു ഡോക്ടർ കൂടിയാണ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പഴയ വീട് പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്നത് അവൾ വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. ആ വീട് പൊളിഞ്ഞ് വീഴുമ്പോൾ അവളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ കൂടിയാണ് ഇല്ലാതാകുന്നത്. ആ നനഞ്ഞ സിമന്റിൽ പതിപ്പിച്ച കൈപ്പത്തിയുടെ അടയാളങ്ങൾ മാത്രമായിരുന്നു അവളുടെ പഴയകാല ജീവിതത്തിൻ്റെ അവസാനത്തെ തെളിവ്. അതും ഇപ്പോൾ പതിയില്ലാതെക്കൊണ്ടിരിക്കുകയാണ്. മേരിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവളുടെ നിൽപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ക്ലാർക്ക് എന്ന പേരുള്ള ഒരു വ്യക്തിയാണ്. അവൻ ഡോക്ടർ മേരി ക്ലെയിൻ്റെ ഓഫീസിൽ ഒരു തെറാപ്പി സെഷന് വേണ്ടി വന്നതാണ്. ക്ലാർക്കിൻ്റെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
സംസാരത്തിനിടയിൽ മേരി അവനോട് വളരെ വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. ക്ലാർക്ക്, നിങ്ങൾ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടൊരു വ്യക്തിയാണ്. നിങ്ങളുടെ കൂടെ ആരുമില്ല. എന്നാൽ ക്ലാർക്ക് അത് അപ്പോൾ തന്നെ നിഷേധിക്കുകയാണ്. അവൻ ദേഷ്യത്തോട് മറുപടി പറയുന്നു, അങ്ങനെയല്ല, എനിക്ക് കീഴിൽ ജോലി ചെയ്യാൻ ഒരുപാട് ജീവനക്കാരുണ്ട്. എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ക്ലയൻറ്റുകൾ എന്നെ കാണാൻ വരാറുണ്ട്. ഞാനൊരിക്കലും ഒറ്റയ്ക്കല്ല. എന്നാൽ മേരി അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അവൾ വളരെ ഉറപ്പോടെ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സത്യം അതാണ്. നിങ്ങളുടെ ഏകാന്തത പൂർണ്ണമാണ്. നിങ്ങൾ ഉള്ളിൽ വളരെ ഒറ്റപ്പെട്ടവനാണ്. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം ക്ലാർക്കിന് തൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാകുന്നു. അവൻ അവസാനം ചില സത്യങ്ങൾ മേരിയോട് തുറന്ന് സമ്മതിക്കുകയാണ്. അവൻ പറയുന്നു, അതെ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രവൃത്തികൾ കാരണം ഒരുപാട് ആളുകളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഏകാന്തതയും ഒറ്റപ്പെടലും ഞാൻ അർഹിക്കുക തന്നെ ആയിരിക്കാം. ഇത് കേട്ട് മേരി അവനോട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭൂതകാലത്തെ നേരിട്ടേ മതിയാക്കും. കഴിഞ്ഞുപോയ അവിടെ നടന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇതിനായി മേരി അവൻ്റെ വഴി നിർദ്ദേശിക്കുന്നു. മുമ്പ് അവർ ചെയ്തിട്ടുള്ള ഒരു റോൾ പ്ലേയിങ് എക്സസൈസ് വീണ്ടും ചെയ്യാൻ മേരി ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ കാലത്ത് നടന്നൊരു സംഭവം മനസ്സിൽ വിചാരിച്ച് വീണ്ടും അഭിനയിച്ച് കാണിക്കുക. മേരി അവനോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യ ബാർബറ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആ രാത്രിയിലേക്ക് നിങ്ങളുടെ മനസ്സിൽ ഒന്നുകൂടി കൊണ്ടുപോവുക. അവിടെ എന്താണ് നടന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്ലാർക്ക് കണ്ണുകളടച്ച് ആ പഴയ രാത്രിയിലേക്ക് പോവുകയാണ്. അന്ന് നടന്ന കാര്യങ്ങൾ അവൻ മേരിയോട് വിവരിക്കുന്നു. അന്ന് രാത്രി ക്ലാർക്ക് വളരെ വൈകിയാണ് വീട്ടിലേക്ക് എത്തിയത്. അവൻ്റെ ഭാര്യ ബാർബറ ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. ക്ലാർക്ക് പതുക്കെ അടുക്കളയിലൂടെ നടക്കുമ്പോൾ അബദ്ധത്തിൽ അവൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് താഴെ വീണ് വലിയ ശബ്ദത്തോടെ പൊട്ടിപ്പോയി. ആ വലിയ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ബാർബറ എന്താണ് സംഭവിച്ചതെന്നറിയാൻ താഴേക്ക് വരുന്നു. അവിടെ നിന്നും കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ട് പോകാൻ തുടങ്ങുകയാണ്. ക്ലാർക്ക് അന്ന് നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചതിൽ അവനോട് തന്നെ വല്ലാത്ത ദേഷ്യവും നിരാശയും തോന്നി. അവനോട് ക്ഷമ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അതൊരു വലിയ വഴക്കായി മാറി. ക്ലാർക്ക് മേരിയോട് പറയുന്നു, എനിക്കറിയാം ബാർബറയ്ക്ക് കുട്ടികൾ വേണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന്. എന്നാൽ ആ സമയത്ത് അവൾ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. ആ വാക്ക് തർക്കം ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് എത്തിയത്. അവൾ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളൊരിക്കലും എൻ്റെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. ഇത് കേട്ട് ദേഷ്യം സഹിക്കാൻ കഴിയാതെ ക്ലാർക്ക് അവളോട് തിരിച്ചു ചോദിച്ചു, നിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ പഠന ചെലവുകൾ, നിൻ്റെ സ്വന്തം ആവശ്യങ്ങൾ, നിൻ്റെ യാത്രകൾ, നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ പണം ചിലവാക്കുന്നത് ഞാനല്ലേ? എൻ്റെ പണം കൊണ്ടല്ലേ നീ ഇതെല്ലാം ചെയ്യുന്നത്? തുടർന്ന് ക്ലാർക്ക് അവളെ വളരെ മോശമായി കുറ്റപ്പെടുത്തുന്നു. നമുക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും എൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നീ നിൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ എന്നെ ഉപേക്ഷിച്ച് പോകും. എനിക്കത് നന്നായി അറിയാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാർക്ക് ആകെ പൊട്ടിത്തെറിക്കുകയാണ്. അവൻ വീണ്ടും ഉച്ചത്തിൽ പറയുന്നു, ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഞാനാണ് ഈ വീടും ജീവിതവും എല്ലാം ഒറ്റയ്ക്ക് നോക്കുന്നത്. ബാർബറ, നീ ഈ കുടുംബത്തിന് വേണ്ടി യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ മേരിയുടെ മുന്നിൽ വെച്ച് തുറന്നു പറഞ്ഞപ്പോൾ ക്ലാർക്കിൻ്റെ മനസ്സിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ അവന് തോന്നി. ഉള്ളിലെ ദേഷ്യം മുഴുവൻ അവൻ പുറത്തു കാണിച്ചു. ഈ തെറാപ്പി സെഷന് ശേഷം കഥ വീണ്ടും ക്ലാർക്കിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് വരികയാണ്. ക്ലാർക്ക് സ്വന്തമായി ഒരു ഫർണിച്ചർ കട നടത്തുന്നുണ്ട്. ആ കടയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവനൊരു പരസ്യം ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. എന്നാൽ ആ ഷൂട്ടിംഗ് ഒരു വലിയ പരാജയമായി മാറുകയാണ്. അവനിരിക്കുന്ന കസേര പെട്ടെന്ന് പൊട്ടി അവൻ വലിയ ശബ്ദത്തോടെ താഴേക്ക് വീഴുന്നു. നിരാശയും ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവൻ ഉച്ചത്തിൽ അലറുന്നുണ്ട്. അവൻ്റെ യഥാർത്ഥ ജീവിതം ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ആരും ഇപ്പോൾ അവൻ്റെ കടയിലേക്ക് വരുന്നില്ല. ആരും അവൻ്റെ ഫർണിച്ചറുകൾ വാങ്ങുന്നില്ല. താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതെല്ലാം തൻ്റെ കൺമുന്നിൽ വെച്ച് ഓരോന്നായി തകർന്നു വീഴുന്ന കണ്ട് വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അവൻ ജീവിക്കുന്നത്. പെട്ടെന്ന് അവൻ്റെ കടയിലെ ഇലക്ട്രിക് മീറ്റർ പരിശോധിക്കാൻ ഒരു ടെക്നീഷ്യൻ വരുന്നു. അവിടെയും ക്ലാർക്ക് അയാളുമായി വലിയൊരു വഴക്കുണ്ടാക്കുകയാണ്. കടയിലെ ചില ലൈറ്റുകൾ ഇടയ്ക്കിടെ മിന്നിക്കിടുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ കറണ്ട് ബില്ല് കുറച്ച് നൽകണമെന്നും ക്ലാർക്ക് ദേഷ്യത്തോടെ അയാളോട് ആവശ്യപ്പെടുന്നു. എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ അവർ രണ്ടുപേരും ചേർന്ന് ഫ്യൂസ് ബോക്സ് തുറന്ന് പരിശോധിക്കുന്നു. അപ്പോഴാണ് വളരെ വിചിത്രമായൊരു കാര്യം അവർ അവിടെ കാണുന്നത്. സാധാരണ ഫ്യൂസുകൾക്ക് പുറമെ അവിടെ ഹൊറിസോണ്ടലായി വെച്ചിരിക്കുന്ന പുതിയ 2 സ്വിച്ചുകൾ അവർ കണ്ടെത്തുന്നു. അത് കണ്ടിട്ട് ഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെ ആണെന്ന് തോന്നുന്നേയില്ല. അതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ ആദ്യത്തെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കി. എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. രണ്ടാമത്തെ സ്വിച്ചും അവർ ഓൺ ചെയ്ത് നോക്കി. അപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായില്ല. തികച്ചും ആശയക്കുഴപ്പത്തിലെ അവർക്ക് അതെന്തിനാണെന്നോ അതവിടെ എങ്ങനെ വന്നെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതേസമയം മറ്റൊരു സ്ഥലത്ത് ഡോക്ടർ മേരി തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണ്. ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ളൊരു മോട്ടിവേഷണൽ പരസ്യം അവൾ ടി വിയിൽ കാണുന്നു. അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നാൽ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ മേരി തന്നെ അഭിനയിച്ച അവളുടെ സ്വന്തം പരസ്യമായിരുന്നു അത്. മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്ന അവൾക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു സമാധാനവുമില്ലായിരുന്നു. അവൾ കുറച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു തുള്ളി പോലും ഇറക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ആ കൃത്യസമയത്ത് അവളുടെ കയ്യിലൊരു പാട് നമ്മൾ കാണുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട കുട്ടിക്കാലത്ത് നനഞ്ഞ സിമെൻറ്റിൽ അവൾ പതിപ്പിച്ച അതേ കൈപ്പത്തിയുടെ അടയാളമായിരുന്നു അത്. ആ പഴയ ഓർമ്മകൾ അവൾ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ക്ലാർക്ക് തൻ്റെ കടയ്ക്കുള്ളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ടി വിയുടെ സ്ക്രീൻ പൂർണ്ണമായും കറുപ്പ് നിറത്തിലാകുന്നു. കറണ്ട് പോയതാണെന്ന് കരുതി അവൻ നോക്കുമ്പോൾ ചുറ്റുമുള്ള ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഭാര്യ വീട്ടിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് അവൻ ഇപ്പോൾ തൻ്റെ ഈ ഫർണിച്ചർ കടയ്ക്കുള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നതെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കടയിലെ ലൈറ്റുകൾ ഭയപ്പെടുത്തും വിധത്തിൽ വേഗത്തിൽ മിന്നിക്കിടാൻ തുടങ്ങി. ആകെ അസ്വസ്ഥനായ ക്ലാർക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി കാറെടുത്ത് പുറത്തേക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു. നഗരത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവൻ ഡോക്ടർ മേരി ക്ലെയിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് അറിയാതെ അവൻ ഡ്രൈവ് ചെയ്തെത്തിയത് അവൻ്റെ പഴയ വീടിൻ്റെ മുന്നിലേക്കാണ്. അവിടെ നിന്ന് പുറത്തു നിന്നും ആ വീട് നോക്കി കാണുകയാണ് അവൻ. തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ ജീവിതത്തെ അവൻ ഇപ്പോഴും മുറുകെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ കടയ്ക്കുള്ളിലിരുന്ന് കുറച്ച് ചിത്രങ്ങൾ വരച്ച് തൻ്റെ ശ്രദ്ധ തിരിക്കാൻ ക്ലാർക്ക് ശ്രമിക്കുകയാണ്. മറുവശത്ത് മേരി താനും അമ്മയും നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ നോക്കി തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ക്ലാർക്ക് വീണ്ടും ടി വി ഓൺ ചെയ്തു. എന്നാൽ ഇത്തവണ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ടി വിയിൽ കണ്ടത്. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ടി വി പൂർണ്ണമായും ഓഫായി. അതോടൊപ്പം കടയിലെ ഒരു മൂലയിലുള്ള ഒരു ലൈറ്റ് മാത്രം പെട്ടെന്ന് പ്രകാശിച്ചു. ഇത് കണ്ട ക്ലാർക്കിന് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ വേഗം ഫ്യൂസ് ബോക്സിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അതിലെ എല്ലാ സ്വിച്ചുകളും ഓരോന്നായി ഓഫ് ചെയ്യാൻ തുടങ്ങി. അതോടെ ആ കെട്ടിടം പൂർണ്ണമായും ഇരുട്ടിലായി. കൃത്യം ആ സമയത്താണ് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യം അവൻ കാണുന്നത്. കടയുടെ ഒരു ചുമരിൽ നേരത്തെ പ്രകാശമുള്ള ഒരു വര അവൻ കണ്ടു. ഇടയ്ക്കിടെ മിന്നുന്ന തിളങ്ങുന്ന ഒരു ചെറിയ വിടവായിരുന്നു അത്. എന്താണെന്നറിയാനുള്ള വലിയ ആകാംക്ഷയോടെ അവൻ പതുക്കെ ആ ചുമരിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ തൻ്റെ കൈ നീട്ടി ആ തിളങ്ങുന്ന വിടവിൽ തൊട്ടു. അവൻ്റെ കൈ ആ പ്രതലത്തിൽ സ്പർശിച്ച അതേ നിമിഷം തന്നെ വളരെ ശക്തമായൊരു ബലം അവനെ ചുമരിനുള്ളിലൂടെ അപ്പുറത്തേക്ക് വലിച്ചെടുത്തു. ക്ലാർക്ക് ചെന്ന് വീണത് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട അതേ ബാക്ക് റൂംസിലേക്കാണ്. ആകെ തലകറന്ന പോലെ അവന് തോന്നി. ചുറ്റും നോക്കിയപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ വലിയ സ്ഥലം മുഴുവൻ ഫർണിച്ചറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവനൊരു പിടിയുമില്ലായിരുന്നു. എങ്കിലും അവൻ എങ്ങനെയൊക്കെയോ ആ ചുമരിലൂടെ തിരികെ തൻ്റെ യഥാർത്ഥ ലോകത്തേക്ക് കടന്നു. അപ്പോൾ അവന് മനസ്സിലായി അത് മറ്റു ലോകത്തേക്കുള്ള വാതിലാണെന്ന്. ഭയമുണ്ടായിരുന്നെങ്കിലും ആ വിചിത്രമായ സ്ഥലത്ത് എന്തൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ആകാംക്ഷ അവനിൽ കൂടുതലായിരുന്നു. അതുകൊണ്ട് അവൻ വീണ്ടും ആ ചുമലിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ തന്നെ തീരുമാനിച്ചു. വീണ്ടും ബാക്ക് റൂംസിലെത്തിയ അവൻ ഒരേപോലുള്ള ഒരിക്കലും അവസാനിക്കാത്ത ആ ഇടനാഴികളിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ പൂർണ്ണമായും ശൂന്യമായ കുറച്ച് മുറികൾ അവൻ കണ്ടെത്തി. ഒടുവിൽ അവനൊരു ബോർഡിന് മുമ്പിലെത്തി. അതിൽ വളരെ വ്യക്തമായി സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മിറർ ഇമേജ് എന്ന പോലെ. എന്നാൽ ആ ബോർഡിന് തൊട്ടടുത്തായി ഒരു വാതിൽ പകുതി തുറന്ന നിലയിൽ അവൻ കണ്ടു. അത് മറ്റൊരു മുറിയിലേക്കുള്ള വഴിയായിരുന്നു. ആ മുറിയിലേക്ക് കിടന്ന് അവൻ കണ്ടത് തറയിൽ ചത്തുകിടക്കുന്ന രക്തം പുരണ്ട ഒരു പക്ഷിയാണ്. അതവനിൽ ചെറിയൊരു ഭയം ഉണ്ടാക്കിയെങ്കിലും അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വലിയ ഹാളുകൾ അവൻ കണ്ടു. അവിടെയെല്ലാം പല രീതിയിൽ ചേർക്കിടക്കുന്ന നിരവധി കസേരകളായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് ആ ശൂന്യതയിൽ അവനൊരു ശബ്ദം കേൾക്കുന്നത്. ഒരു സ്ത്രീയുടെ ശബ്ദം. അത് ഫ്രഞ്ച് ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുരുഷൻ്റെ ശബ്ദവും അവനോടൊപ്പം ചേർന്ന് കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ പതുക്കെ നടന്നു. ദൂരെയായി തീർത്തും അനങ്ങാതെ നിൽക്കുന്ന ഒരു മനുഷ്യരൂപം അവൻ കണ്ടു. അവൻ പതുക്കെ ആ രൂപത്തിനടുത്തേക്ക് ചെന്നു. എന്നാൽ ജീവനുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. പകരം ഒരു റേഡിയോയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കാർഡ്ബോർഡ് കട്ടൗട്ട് മാത്രമായിരുന്നു. പെട്ടെന്ന് ആ റേഡിയോയിൽ നിന്നും പല ഭാഷകളിലുള്ള നിരവധി ശബ്ദങ്ങൾ ഒരേ സമയം കേൾക്കാൻ തുടങ്ങി, ഹിന്ദി ഉൾപ്പെടെ. ഈ വിചിത്രമായ സംഭവം കണ്ട അവൻ ആ കട്ടൗട്ടിൽ ബന്ധിപ്പിച്ചിട്ടുള്ള വയർ എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കി അതിന് പിന്നിലെ നടക്കാൻ തുടങ്ങി. അവർ ചെന്ന് അവസാനിക്കുന്നത് മറ്റൊരു വാതിലിലേക്കായിരുന്നു. അവൻ സർവ്വശക്തിയും എടുത്ത് ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പൂർണ്ണമായും അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു. ചുറ്റുപാടും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ആർക്കും പെട്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു ചെറിയ രഹസ്യവാതിൽ അവൻ കണ്ടുപിടിച്ചു. അത് രഹസ്യ അറ പോലെയായിരുന്നു. അവൻ ആ വാതിൽ തുറന്നു. അവിടെ വളരെ ഇടുങ്ങിയൊരു തുരങ്കത്തിൻ്റെ പ്രവേശന കവാടത്തിന് അടുത്തായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബാക്ക് പാക്ക് ഇരിക്കുന്ന അവൻ കണ്ടു. അവനെ തുറന്നു നോക്കി. അതിനുള്ളിൽ തികച്ചും അപരിചിതമായ ആരെന്ന് പോലും അറിയാത്ത നിരവധി ആളുകളുടെ ID കാർഡുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടതോടെ ക്ലാർക്കിനുള്ളിൽ ഭയമിരട്ടിച്ചു. ഈ ആളുകൾക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന ചോദ്യം അവനെ അലട്ടി. എങ്കിലും ആ ഇടുങ്ങിയ തുരങ്കത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. വളരെ കഷ്ടപ്പെട്ട് ആ തുരങ്കത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി വിചിത്രമായ മറ്റൊരു മുറിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ കണ്ട കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആ മുറിയുടെ തറയിൽ നിരവധി ചെരുപ്പുകളും ഷൂസുകളും പാതി താഴേക്ക് കുഴിഞ്ഞ നിലയിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ടാൽ ഒരു ചതുപ്പിലോ അല്ലെങ്കിൽ ചെളിയിലോ താഴ്ന്നു പോകുന്ന പോലെ ഉണ്ടായിരുന്നു. എന്നാൽ ക്ലാർക്ക് ആ തറയിൽ കാലുകുത്തിയപ്പോൾ അത് വളരെ ഉറപ്പുള്ള ഒരു പ്രതലമാണെന്ന് അവൻ മനസ്സിലായി. ആ മുറിയുടെ നടുവിലായി ഒറ്റപ്പെട്ടൊരു കസേര വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തറയിൽ വലിയൊരു കുഴിയും ഉണ്ടായിരുന്നു. അവൻ പതുക്കെ ആ കുഴിയിലേക്ക് എത്തി നോക്കി. താഴെ വളരെ വലിയ താഴ്ചയിൽ ആയിരക്കണക്കിന് കസേരകൾ ഒന്നിനു മുകളിലൊന്നായി കൂട്ടിയിട്ടിരിക്കുന്ന അവൻ കണ്ടു. കൂടുതൽ വ്യക്തമായി കാണാൻ വേണ്ടി അവൻ ആ കുഴിയുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു. അപ്പോൾ അവനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റു വിചിത്രമായ ശബ്ദം അവിടെ കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക്, അതായത് അവൻ വന്ന തുരങ്കത്തിൻ്റെ ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കി. അതിൻ്റെ അങ്ങേയറ്റത്ത് പെട്ടെന്ന് ഒരാളുടെ രൂപം താഴേക്ക് വീഴുന്നവൻ കണ്ടു. ഇത് കണ്ട് ആകെ ഭയന്നുപോയ ക്ലാർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ മറ്റൊരു വഴി അന്വേഷിച്ചു. ഭാഗ്യത്തിന് ഒരു ചെറിയ വശത്തെ വാതിൽ അവൻ കണ്ടു. അവൻ വേഗം അതിലൂടെ കടന്ന് പുറത്തേക്കെത്തി. എന്നാൽ അവൻ എത്തിച്ചേർന്നത് നേരത്തെ കണ്ട ആ സ്റ്റോപ്പ് ബോർഡിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു. താൻ ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്നറിയാതെ
ആകെ കൺഫ്യൂസ്ഡായി വന്ന വഴിയെ തിരിച്ചു കടന്ന് ഫർണിച്ചറുകളിലിരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തി. ആദ്യ തവണ ചെയ്തതുപോലെ ആ തിളങ്ങുന്ന ചുമരിലൂടെ പുറത്തിറക്കാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണ അവനതിന് കഴിഞ്ഞില്ല. അവൻ പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടു. ഒടുവിൽ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം വളരെ കഷ്ടപ്പെട്ട് അവൻ തിരികെ യഥാർത്ഥ ലോകത്തേക്ക് എത്തിച്ചേർന്നു. എന്നാൽ അവൻ്റെ ആകാംക്ഷ അവിടെ തീർന്നിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നുറപ്പിക്കാൻ അവൻ വീണ്ടും ഒരു തവണ കൂടി ആ ചുമരിൻ്റെ അപ്പുറത്തേക്ക് കടന്നു. അവിടുന്ന് ഒരു ചെറിയ സ്റ്റൂളെടുത്ത് വളരെ കഷ്ടപ്പെട്ടവൻ അത് യഥാർത്ഥ ലോകത്തേക്ക് കൊണ്ടുവന്നു. അതോടെ താൻ കണ്ടതെല്ലാം 100% സത്യമാണെന്ന് അവൻ ഉറപ്പായി. ഇത്രയും നേരം അനുഭവിച്ച പേടിയും ഉത്കണ്ഠയും മാറി ആദ്യമായി ക്ലാർക്കിന് ഒരു സമാധാനം തോന്നി. എന്നാൽ അവൻ അറിയാത്തൊരു വലിയ രഹസ്യം അവിടെ ഉണ്ടായിരുന്നു. ബാക്ക് റൂംസിൽ അവൻ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും ഓരോ ചലനങ്ങളും രഹസ്യ ക്യാമറകളിലൂടെ ഒരാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫിൽ എന്നൊരാളായിരുന്നു. വളരെ നിശബ്ദനായി അയാൾ ബാക്ക് റൂംസിനുള്ളിൽ നടക്കുന്നതെല്ലാം തൻ്റെ മോണിറ്ററുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്ലാർക്ക് വീണ്ടും ഡോക്ടർ മേരി ക്ലൈനെ കാണാൻ പോയി. അവനെ കണ്ടപാടെ മേരിക്ക് മനസ്സിലായി അവൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടെന്നും എന്തോ വലിയ പ്രശ്നത്തിലാണെന്നും. ക്ലാർക്ക് അവളോട് താൻ കണ്ടെത്തിയ പുതിയ രഹസ്യ ലോകത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു. തൻ്റെ ഫർണിച്ചർ കടയിലെ ചുമരിന് പിന്നിലായി ഒരു വലിയ അജ്ഞാത ലോകമുണ്ടെന്നും അത് തൻ്റെ കടയുടെ തന്നെ അനന്തമായൊരു പതിപ്പാണെന്നും അവനോട് പറഞ്ഞു. ഒരിക്കലും അവസാനിക്കാത്ത ഇടനാഴികൾ, ഫർണിച്ചറുകൾ, അവിടെ കണ്ട വിചിത്രമായ രൂപങ്ങൾ എന്നിങ്ങനെ താൻ കണ്ടതും അനുഭവിച്ചതുമായ ഓരോ കാര്യങ്ങളും അവൻ മേരിക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ മേരിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ വളരെ സംശയത്തോടെയാണ് അവൻ്റെ വാക്കുകൾ കേട്ടിരുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ഈ കഥ തികച്ചും അസംബന്ധവും അവൻ സ്വയം കെട്ടിച്ചമച്ചതുമായിട്ടുമാണ് തോന്നിയത്. എന്നാൽ ക്ലാർക്ക് പിന്മാറാൻ തയ്യാറായില്ല. അവൻ അവിടെ കണ്ട വഴികൾ വരച്ചുണ്ടാക്കിയ ഒരു മാപ്പ് മേരിയെ കാണിച്ചു. ഒരിക്കലും അവസാനമില്ലാതെ നീളുന്ന ഒരു വലിയ ഭൂപടം പോലെ ഉണ്ടായിരുന്നു അത്. എന്നിട്ടും മേരി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതോടെ ക്ലാർക്കിന് വല്ലാത്ത അപമാനവും ദേഷ്യവും തോന്നി. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കൃത്യമായ തെളിവുകളുമായി മടങ്ങി വരും. അന്ന് സത്യം മനസ്സിലാകുമ്പോൾ ഈ തെറ്റിദ്ധാരണയ്ക്ക് നിങ്ങൾ എന്നോട് മാപ്പ് പറയേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് അവൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. താൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ ക്ലാർക്ക് ഒരു പദ്ധതി തയ്യാറാക്കി. അവൻ തൻ്റെ പരസ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന കാറ്റ്, അവളുടെ കാമുകനായ ബോബി എന്നിവരെ സഹായത്തിനായി വിളിച്ചു. പിറ്റേ ദിവസം അവർ 3 പേരും പൂർണ്ണസജ്ജരായി കടയിലൊത്തുകൂടി. ക്ലാർക്ക് തൻ്റെ പദ്ധതി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. നമ്മൾ 3 പേരും സുരക്ഷയ്ക്കായി ഒരു വലിയ കയർ ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിക്കും. ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ കരുതും. കൂടാതെ വഴിതെറ്റായിരിക്കാൻ ബാക്ക് റൂംസിൻ്റെ പ്രവേശന കവാടത്തിലും ഉള്ളിലുമായി ഞാൻ ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. കാറ്റിനും ബോബിക്കും അവൻ പറയുന്നതൊന്നും തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ ആ ചുമരിലെ വിടവിലൂടെ അപ്പുറത്തേക്ക് കടന്നു. അകത്തേക്ക് എത്തിയ നിമിഷം അവർ കണ്ട കാഴ്ച അവരെ പൂർണ്ണമായി ഞെട്ടിച്ചു കളഞ്ഞു. ബോബിയാണ് ക്യാമറയുമായി ആദ്യം അകത്തേക്ക് കയറിയത്. തൊട്ടു പിന്നാലെ കാറ്റും. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഫർണിച്ചറുകൾ കണ്ടവർ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ആരുടേതാണ് എന്നവർ ക്ലാർക്കിനോട് ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷെ താമസിയാതെ നമ്മൾ അതിനുള്ള ഉത്തരം കണ്ടെത്തും എന്ന് ക്ലാർക്ക് മറുപടി നൽകി. ബോബി തൻ്റെ ക്യാമറയിൽ അവിടെ കാണുന്ന ഓരോ ചെറിയ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ക്ലാർക്ക് പറഞ്ഞു, മുന്നിലായി വെള്ളമില്ലാത്ത വലിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള ഒരു സ്ഥലം ഞാൻ മുന്നേ കണ്ടിരുന്നു. അവർ നടന്നു പോകുന്നതിനിടയിൽ ലംബമായി താഴേക്ക് പോകുന്ന വെർട്ടിക്കലായി പോകുന്ന ഒരു തുരങ്കം അവർ കണ്ടു. ക്യാമറമാൻ ബോബി ആ തുരങ്കത്തിലേക്ക് ഇറങ്ങാൻ അവർ തീരുമാനിച്ചു. സുരക്ഷയ്ക്കായി അവരവനെ കയറുപയോഗിച്ച് വളരെ ഇറുകി കെട്ടി. തുടർന്ന് അവൻ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഏറ്റവും താഴേക്ക് എത്തിയപ്പോൾ അവൻ കണ്ടത് തറയിൽ ചിതറിക്കിടക്കുന്ന ഒരുപാട് പഴയ അടുക്ക് പിടിച്ച വസ്ത്രങ്ങളാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു മുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരുപാട് സാധനങ്ങളും വസ്ത്രങ്ങളും അവൻ കണ്ടു. കൂടാതെ ക്ലാർക്ക് മുമ്പ് കണ്ട ആ കാർഡ്ബോർഡ് കട്ടൗട്ട് പൂർണ്ണമായും തകർക്കപ്പെട്ട നിലയിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള മുറിയിൽ ഒരു ലൈറ്റ് ഇടയ്ക്കിടെ മിന്നിക്കിടുന്നുണ്ടായിരുന്നു. ബോബി പതുക്കെ ആ ലൈറ്റിനടുത്തേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ അവൻ കെട്ടിയിരുന്ന കയർ അതിൻ്റെ പരമാവധി നീളത്തിലെത്തിയിരുന്നു. ഇനി അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവൻ തിരികെ പോകാൻ വേണ്ടി പുറകോട്ട് തിരിഞ്ഞ നിമിഷം വളരെ ഭയപ്പെടുത്തുന്നൊരു കാര്യം അവൻ കണ്ടു. കറുത്ത നിറത്തിലുള്ള ഒരു വലിയ നിഴൽരൂപം അവനെ പിന്തുടരാൻ വരുന്നു. ജീവൻ പോകുന്ന ഭയത്തോടെ അവൻ പെട്ടെന്ന് മുകളിലേക്ക് വിളിച്ചു പറഞ്ഞു, എന്നെ വേഗം മുകളിലേക്ക് വലിക്കൂ, എന്നെ വേഗം വലിക്കൂ. ഇത് കേട്ട ക്ലാർക്കും കാറ്റും അവരുടെ സർവ്വശക്തിയും എടുത്ത് അവനെ മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്ക് ആ കയർ പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു വിധത്തിൽ അവനെ പിടിച്ചു കയറ്റി കയർ കെട്ടിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് താഴെ നിന്നും വളരെ ക്രൂരമായി ഒരു വലിയ ശക്തി ബോബിയെ പിടിച്ച് താഴേക്ക് വലിച്ചു. ക്ലാർക്കും കാറ്റും അവനെ രക്ഷിക്കാൻ വേണ്ടി ആ കയറിൽ വളരെ ഇറുക്കി പിടിച്ച് നിന്നെങ്കിലും അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി. ആജ്ഞാത ശക്തി അവരെ 2 പേരെയും ആ തുരങ്കത്തിലേക്ക് വലിച്ചിട്ടു. അങ്ങനെ ഇപ്പോൾ 3 പേരും വലിയ ശബ്ദത്തോടെ ആ തുരങ്കത്തിൻ്റെ അടിയിലേക്ക് വീണു. ആകെയുണ്ടായ വലിയ ബഹളത്തിനും ആശയക്കുഴപ്പത്തിനും ഇടയിൽ ആ ഇരുട്ടിലൂടെ വളരെ ഭയപ്പെടുത്തുന്നൊരു വിചിത്ര ജീവി ബോബിയുടെ ശരീരം വലിച്ച് അന്ധകാരത്തിലേക്ക് മറയുന്നത് അവർ കണ്ടു. അവിടെ ബാക്കിയായത് ബോബിയുടെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തത്തിൻ്റെ പാടുകൾ മാത്രമായിരുന്നു. തൻ്റെ കാബുവിനെ രക്ഷിക്കാൻ വേണ്ടി കാറ്റ് കരഞ്ഞുകൊണ്ട് ആ ഇരുട്ടിലേക്ക് ഓടി. അവളെ തടയാൻ ക്ലാർക്ക് ശ്രമിച്ചെങ്കിലും അവന് കഴിഞ്ഞില്ല. അവനും അവൾക്ക് പിന്നാലെ ഓടി. എന്നാൽ ആ വലിയ ലാബ്രന്തിലെ അനേകം ഇടനാഴികൾക്കിടയിൽ പെട്ടെന്ന് ക്ലാർക്കിന് പൂർണ്ണമായും വഴി തെറ്റിപ്പോയി.
അവൻ ഭ്രാന്തനെ പോലെ ഒരു മുറിയിൽ നിന്നും മറ്റു മുറിയിലേക്ക് ഓടാൻ തുടങ്ങി. ഒടുവിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വലിയ ഹാളിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ക്രിസ്മസ് ട്രീയും ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ടൊരു പ്രതിമയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സ്ത്രീയുടെ രൂപമുള്ള ഒരു വിചിത്ര ജീവി അവനെ പിടിക്കാൻ വേണ്ടി പാഞ്ഞെടുത്തു. ഉള്ളുരുകുന്ന ഭയത്തോടെ ക്ലാർക്ക് അവിടെ നിന്നും തിരിഞ്ഞു നോക്കാതെ ഓടി. അവൻ ഓടിയെത്തിയത് താൻ മുമ്പ് കണ്ട ആ വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്താണ്. അവിടെ നിന്നപ്പോൾ ക്യാറ്റ് തന്നെ സഹായിക്കാൻ വേണ്ടി ഉറക്കെ കരഞ്ഞു വിളിക്കുന്ന ശബ്ദം അവൻ കേട്ടു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ താഴെയിട്ട് അവളെ അന്വേഷിച്ച് ഓടി. പക്ഷെ എത്ര നോക്കിയിട്ടും അവൻ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ അവളെ അന്വേഷിച്ച് നടക്കുന്ന ആ സമയത്ത് മറ്റുള്ളവരുടെ കൈകൾ വന്ന് താഴെ കിടക്കുന്ന ക്യാമറ എടുക്കുന്നു. അതോടെ വീഡിയോ ഫുട്ടേജ് അവിടെ പൂർണ്ണമായും കട്ടാകുന്നു. ആ കൃത്യനിമിഷം ഈ കഥ നമ്മളെ വീണ്ടും ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ വീണ്ടും കൊച്ചുമേരിയെ കാണുന്നു. അവൾ പതുക്കെ അവളുടെ മുറിയിലെ ജനലിനടുത്തേക്ക് വന്നിട്ട് അതിൽ മറച്ചു വെച്ചിരിക്കുന്ന പഴയ പത്രക്കടലാസുകൾ മാറ്റി പുറത്തേക്ക് നോക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ അമ്മ അവിടേക്ക് വന്നിട്ട് അവളെ വളരെ ക്രൂരമായ വഴക്ക് പറയുന്നു. നീ ഒരിക്കലും ഈ വീടിന് പുറത്തേക്ക് പോകാൻ പാടില്ല. പുറത്തുള്ള ലോകം വളരെ അപകടം പിടിച്ചതാണ്. അവിടെ മുഴുവൻ വളരെ മോശം ആളുകളാണ് എന്ന് പറഞ്ഞ് അവളെ ഭയപ്പെടുത്തുന്നു. മേരി അവളുടെ കുട്ടിക്കാലം മുഴുവൻ ആ വീടിനുള്ളിൽ ഒരു തടവുകാരിയെ പോലെയാണ് ജീവിച്ചത്. പെട്ടെന്ന് അവളുടെ വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ആ വീടിനെ മുഴുവൻ ഉറപ്പിച്ചുകൊണ്ട് വളരെ വലിയൊരു സ്ഫോടനം അവിടെ നടക്കുന്നു. വീണ്ടും കഥ ഇപ്പോഴത്തെ കാലത്തേക്ക് തിരിച്ചു വരികയാണ്. മുതിർന്ന മേരി തൻ്റെ കുട്ടിക്കാലത്തെ ആ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഓർത്ത് യാതൊരു അണക്കവുമില്ലാതെ നിൽക്കുകയാണ്. തന്നെ കൈപ്പത്തി പതിച്ച ആ നനഞ്ഞ സിമൻ്റെ അടയാളത്തിലേക്ക് അവൾ നോക്കി നിൽക്കുന്നു. കൃത്യം ആ സമയത്ത് അവളുടെ ഫോൺ ശബ്ദിക്കുന്നു. അത് ക്ലാർക്കായിരുന്നു. വളരെ വ്യത്യാസമുള്ള ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ അവൻ അയാളോട് പറഞ്ഞു, ഞാൻ ഒടുവിൽ എനിക്കൊരു വഴി കണ്ടെത്തിയിരിക്കുന്നു. ഇനി തിരികെ വരാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഞാൻ ആ ബാക്ക് റൂമിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. ഈ വാക്കുകൾ കേട്ട് മേരി ശരിക്കും ഞെട്ടിപ്പോയി. അവൾ ഒട്ടും സമയം കളയാതെ നേരെ ക്ലാർക്കിൻ്റെ ഫർണിച്ചർ കട ലക്ഷ്യമാക്കി തിരിച്ചു. അവൾ അവിടെ എത്തിയപ്പോൾ ആ കട വളരെ കാലമായി അടച്ചിട്ടിരിക്കുകയാണെന്നും അതിന് മുകളിൽ സർക്കാരിൻ്റെ നോട്ടീസുകൾ പതിപ്പിച്ചിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. എന്നാൽ അതിൻ്റെ പ്രധാന വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. മിന്നിക്കിടുന്ന ലൈറ്റുകളുടെ വെളിച്ചത്തിലൂടെ അവൾ വളരെ ശ്രദ്ധയോടെ അകത്തേക്ക് കയറി. തൻ്റെ മനസ്സ് പറയുന്ന വഴിയിലൂടെ അവൾ നേരെ കടയുടെ താഴത്തെ നിലയിലേക്ക് ബേസ്മെൻറ്റിലേക്ക് പോയി. അവിടെ ക്ലാർക്ക് വരച്ച് വെച്ചിരുന്ന മാപ്പുകളും കുറിപ്പുകളും അവൾ കണ്ടു. അതിനടുത്തായി ചുമരിൽ ആ തിളങ്ങുന്ന വിടവും അവൾ കണ്ടു. ക്ലാർക്ക് തന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇതൊന്നും വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അവൾ പതുക്കെ ആ ചുമരിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിലൂടെ അപ്പുറത്തേക്ക് കടന്നു. അപ്പുറത്തേക്ക് എത്തിയപ്പോൾ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ വലിയ ശൂന്യതയിലൂടെ ക്ലാർക്കിൻ്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ നടന്നു. ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ നിറഞ്ഞ ഒരു മുറിയിലൂടെ കടന്ന് അവൾ ആ കസേരകൾ ചിതറി കിടക്കുന്ന വലിയ ഹോളിലേക്ക് എത്തി. ആ സമയത്ത് അവിടെ വീണ്ടും ആ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അവിടെ ചുമരിൽ വളരെ വിചിത്രമായ ഒരു വാചകം എഴുതി വച്ചിരിക്കുന്ന അവൾ കണ്ടു. എന്തിനാണ് മാന്ത്രികതയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അത് യാഥാർത്ഥ്യമാക്കൂ. അവളുടെ തന്നെ ഒരു പരിസ്ഥിതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വരച്ച ഒരു ചിത്രവും അനുഭവം ഉണ്ടായിരുന്നു. തികച്ചും ആശയക്കുഴപ്പത്തിലായി അവൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ തൊട്ടുപിന്നിൽ നിന്നും ക്ലാർക്കിൻ്റെ ശബ്ദം കേട്ടു. നിങ്ങൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്നവൻ പറഞ്ഞു. ഞെട്ടിപ്പോയ മേരി തിരിഞ്ഞു നോക്കിയപ്പോൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വളരെ ശാന്തനായി ക്ലാർക്ക് നിൽക്കുന്ന അവൾ കണ്ടു. നമ്മളിപ്പോൾ എവിടെയാണ് എന്നവൾ ഭയത്തോടെ അവനോട് ചോദിച്ചു. വളരെ ശാന്തനായി അവൻ മറുപടി പറഞ്ഞു, ഈ ലോകത്തുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഉൾക്കൊള്ളുന്ന ഇടമാണിത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു വലിയ ശബ്ദം കേട്ട് മേരി ഞെട്ടി. അപ്പോൾ ക്ലാർക്ക് അവളോട് സമാനമായിരിക്കാൻ പറഞ്ഞു. ഭയപ്പെടാൻ ഇവിടെ ഒന്നുമില്ല, ഇത് ഞാൻ മാത്രമാണ്. നിങ്ങൾക്കെന്നെ നന്നായി അറിയാമല്ലോ എന്നവൻ പറഞ്ഞു. എന്നിട്ട് അവൻ പതുക്കെ അവളുടെ പുറകിലേക്ക് മാറി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവളെ കഴുത്തിനിരിച്ച് ബോധം കെടുത്തി താഴെയിട്ടു. ഇവിടെ വെച്ച് മേരിയുടെ കുട്ടിക്കാലത്തെ മറ്റൊരു ദുരന്തം നമ്മൾ കാണുകയാണ്. ആ പഴയ സ്ഫോടനത്തിന് ശേഷം മേരിയുടെ അമ്മയെ ശാശ്വതമായി ഒരു മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതോടെ ഈ ലോകത്ത് മേരി പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. ആ ചെറിയ പ്രായത്തിൽ തന്നെ അനാഥയാക്കപ്പെട്ടത് അവളുടെ ജീവിതത്തിൽ വലിയൊരു മുറിവാണ് ഉണ്ടാക്കിയത്. ആ പഴയ മുറിവുകൾ തന്നെയാണ് ഇന്നും മുതിർന്ന മേരിയെ മാനസികമായി തളർത്തുന്നത്. കുറച്ച് സമയത്തിന് ശേഷം മേരിക്ക് ബോധം വരുമ്പോൾ അവളൊരു കസേരയിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. ക്ലാർക്ക് വളരെ ശാന്തനായി അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് ഒരർത്ഥം കണ്ടെത്താനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഒടുവിൽ ഞാൻ ചെന്നെത്തിയത് ഒരിക്കലും അവസാനിക്കാത്ത ഈ ശൂന്യതയിലാണ്. അവൻ സംസാരിക്കാനിടയിൽ തികച്ചും സാധാരണമായ ഒരു ഡിന്നർ തയ്യാറാക്കുന്ന പോലെ അവനൊരു മേശമേൽ പ്ലേറ്റുകൾ വയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ മുറിയിൽ വേറെയും ചില ആളുകളുണ്ടായിരുന്നു. വരയൻ ഷർട്ടിട്ട ഒരാൾ, വീൽ ചെയറിലിരിക്കുന്ന മറ്റൊരാൾ, പിന്നെ മുൻപ് ക്ലാർക്കിനെ ആക്രമിക്കാൻ വന്ന ആ വിചിത്രയായ സ്ത്രീ. ഇവർ ആരും തന്നെ യാതൊരു അനക്കവുമില്ലാതെ പ്രതിമകളെ പോലെ നിൽക്കുകയായിരുന്നു. ക്ലാർക്ക് മേരിയോട് വിശദീകരിച്ചു, ഈ സ്ഥലം മനുഷ്യരെ പതുക്കെ പതുക്കെ കാർന്നു തിരിഞ്ഞു. അവസാനം അവർ യാതൊരു വികാരങ്ങളുമില്ലാതെ പഴയ ഓർമ്മകളുടെ വെറും അവശിഷ്ടങ്ങളായ ശൂന്യമായ രൂപങ്ങളായി മാറും. അവൻ്റെ അഭിപ്രായത്തിൽ തകർന്നുപോയ ഓർമ്മകളിൽ നിന്നും മറക്കപ്പെട്ട ജീവിതങ്ങളിൽ നിന്നും മറ്റ് ഡൈമെൻഷൻസിനിടയിൽ കുടുങ്ങിപ്പോയ ആളുകളിൽ നിന്നുമാണ്
ഈ അസാധ്യമായ ലോകം തന്നെ ഉണ്ടായിട്ടുള്ളത്. താൻ പറയുന്നതാണ് സത്യം എന്ന് തെളിയിക്കാൻ വേണ്ടി അവനൊരു കത്തി എടുത്തിട്ട് അവിടെ അനങ്ങാൻ നിൽക്കുന്ന ഒരു രൂപത്തെ വളരെ ക്രൂരമായി കുത്തി. എന്നാൽ രൂപത്തിന് യാതൊരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. അവൻ മേരിയോട് പറഞ്ഞു, ഇവർക്കിപ്പോൾ വേദനയോ വികാരങ്ങളോ ഒന്നുമില്ല. ഈ വലിയ ലാബിറന്തിലെ വെറും ഫർണിച്ചറുകൾ പോലെ ഇവർ അനങ്ങാതെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. തുടർന്ന് വളരെ ഭയപ്പെടുത്തുന്ന കാര്യം അവൻ ചെയ്തു. ആ രൂപങ്ങളിലൊന്നിൻ്റെ വയറ് അവൻ കത്തിയെടുത്ത് കീറി. അതിൽ നിന്നും പഞ്ഞു പോലുള്ള ഒരു വിചിത്രമായ വസ്തു അവൻ പുറത്തെടുത്തു. എന്നിട്ട് അത് വളരെ ശ്രദ്ധയോടെ പ്ലേറ്റുകളിലേക്ക് വിളമ്പിക്കൊണ്ട് അവൻ പറഞ്ഞു, നമുക്കിവരെ ഭക്ഷിക്കുക കൂടി ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം അവൻ മേരിക്ക് അതിലും ഭയാനകമായ മറ്റൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. അവിടുത്തെ ഫ്രിഡ്ജിനുള്ളിൽ അവളുടെ പഴയ അസിസ്റ്റൻറ്റ് മാനേജറുടെ അറുത്തുമാറ്റിയ തലയിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഭയന്ന് ഉറച്ച മേരി തൻ്റെ സമനില വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എനിക്കിതിനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ആദ്യം നീ എൻ്റെ കെട്ടുകൾ നടിക്കണം. എന്നാൽ ക്ലാർക്ക് അത് അപ്പോൾ തന്നെ നിരസിച്ചു. നിരാശയായ മേരി താൻ മുമ്പ് തന്നെ വിശ്വസിക്കാത്തതിന് അവനോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ക്ലാർക്ക് ഇപ്പോൾ പൂർണ്ണമായ ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. അവർ മുമ്പ് തെറാപ്പി സെഷനിൽ ചേരുന്ന ആ റോൾ പ്ലേയിങ് ഇവിടെ വെച്ച് വീണ്ടും ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അവൻ ആ മുറിയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തു. എന്നിട്ട് ആ വിചിത്രമായ സ്ത്രീയുടെ തലമുടി ഒരു കൂസലുമില്ലാതെ മൃഗീയമായി മുറിച്ചെടുത്തിട്ട് മേരിയുടെ മേൽ വെച്ചു. തൻ്റെ ഭാര്യ ബാർബറയെ അഭിനയിക്കാൻ അവൻ മേരിയെ നിർബന്ധിച്ചു. അങ്ങനെ അപായപ്പെടുത്തുന്ന നാടകം അവിടെ ആരംഭിച്ചു. വളരെ ദേഷ്യത്തോടെ ക്ലാർക്ക് ഒരു ഭർത്താവായി അഭിനയിക്കാൻ തുടങ്ങി. അവൻ ഉറക്കെ അവളോട് ചോദിച്ചു, ഗ്ലാസ് പിടിച്ച് നീ ഉറക്കണമെന്ന് എന്തിനാ അത്ര ദേഷിച്ചത്? നിനക്ക് നേരത്തെ കിടന്നുറങ്ങാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് കടയിൽ ഒരുപാട് വൈകുവോളം ഇരുന്ന് ജോലി ചെയ്യണമായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ്റെ ശബ്ദവും ദേഷ്യവും കൂടാൻ തുടങ്ങി. ഞാനാണ് ഈ വീട്ടിലെ എല്ലാ ചിലവുകളും നോക്കുന്നത്. നമുക്കൊരു കുടുംബം തുടങ്ങണമെങ്കിൽ നീയും ജോലിക്ക് പോയി പണം സമ്പാദിക്കണം എന്നവൻ അവളോട് കയർത്തു. ആ സങ്കല്പിക്കുന്ന വഴക്ക് പെട്ടെന്ന് അവൻ്റെ ഉള്ളിലുണ്ടായ യഥാർത്ഥ ദേഷ്യവും നിരാശയും ഏകാന്തതയും പുറത്തു കൊണ്ടുവന്നു. വർഷങ്ങളായി അവനുള്ളിൽ ഒതുക്കിയ സങ്കടങ്ങളെല്ലാം ഒരു അഗ്നിപർവ്വതം പോലെ പുറത്തേക്ക് വന്നു. ക്ലാർക്കിനെ ഈ നാടകം കണ്ട മടുത്ത മേരി അവൻ്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ തീരുമാനിച്ചു. അവൾ വളരെ ഉറക്കെ അവനോട് പറഞ്ഞു, നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് പൂർണ്ണമായി നിന്റെ സ്വന്തം തെറ്റുകൊണ്ടാണ്. നീ വിശ്വസിക്കുന്ന പോലെ നീ മദ്യപിച്ചുകൊണ്ടോ കുടിച്ചതുകൊണ്ടോ അല്ല അത് സംഭവിച്ചത്. എന്തിനു മേലും എപ്പോഴും പരാതി പറയുന്ന നിന്റെ സ്വഭാവം, സ്വന്തം തെറ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള നിന്റെ കഴിവില്ലായ്മ, എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നിന്റെ രീതി, ഇതൊക്കെ കൊണ്ടാണ് നിന്നെ പുറത്താക്കിയത്. ഇതാണ് എക്കാലത്ത് നിന്റെ യഥാർത്ഥ പ്രശ്നം. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകുമെന്ന് അംഗീകരിക്കാൻ നീ ഒരിക്കലും തയ്യാറല്ല. മേരിയുടെ ഈ വാക്കുകൾ ക്ലാർക്കിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഘാതം സൃഷ്ടിച്ചു. അവൾ പറഞ്ഞ സത്യമാണെന്ന് ഒരു നിമിഷം അവന് മനസ്സിലായി. അവൻ അവളോട് തുറന്ന് സമ്മതിച്ചു, അതെ, എനിക്കറിയാം ഞാൻ ഈ സ്വഭാവം മാറ്റേണ്ടതുണ്ട് എന്ന്. ഒരുപാട് കാലമായി ഞാൻ മാറാൻ ശ്രമിക്കുന്നു, പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. മേരി വളരെ ശാന്തമായി അവനോട് പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ ഞാനും ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എനിക്കെന്നെ കഴിഞ്ഞില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനിയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്നെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കണം. ഇത് കേട്ട ക്ലാർക്ക് കുറച്ചുനേരം പൂർണ്ണമായി നിശബ്ദനായി നിന്നു. ഏകദേശം 10 സെക്കൻഡുകൾക്ക് ശേഷം അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിയിട്ടിരിക്കുന്ന കയറുകൾ അടിക്കാൻ തുടങ്ങി. മേരി പറഞ്ഞ വാക്കുകൾ അവന് പൂർണ്ണമായി ഉൾക്കൊണ്ടതുപോലെ തോന്നി. എന്നാൽ കൃത്യമായ നിമിഷത്തിൽ അതുവരെ അനങ്ങാതെ നിന്നിരുന്ന ആ വിചിത്രമായ സ്ത്രീ പെട്ടെന്ന് പരിഭ്രാന്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും പുറത്തേക്ക് പോകാൻ ഒരു വഴി അന്വേഷിക്കാനും തുടങ്ങി. ആ സമയത്താണ് നമ്മൾ മുമ്പ് ചുമരിലെ വരച്ച ചിത്രത്തിൽ കണ്ട ആ ഭീകരജീവി അവിടേക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും ക്ലാർക്ക് യാതൊരു ഭാവവ്യത്യാസമില്ലാതെ നിന്നു. ഇതൊന്നും വലിയ കാര്യമല്ലെന്ന മട്ടിൽ അവൻ മേരിയെ ആ ജീവിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ തെറാപ്പിസ്റ്റാണ്, അവരിപ്പോൾ ഇവിടുന്ന് പോകും എന്നവൻ ആ ജീവിയോട് പറഞ്ഞു. മേരിക്കൊരു മാറ്റവും ആവശ്യമില്ലെന്ന് തോന്നുന്നുകൊണ്ട് വിഷമിക്കേണ്ടതില്ലെന്നും അവൻ ആ ഭീകരജീവിയോട് പറയുന്നുണ്ട്. എന്നാൽ ആ ജീവി ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. വളരെ ക്രൂരമായ നീക്കത്തിലൂടെ ആ ജീവി ക്ലാർക്കിനെ വായുവിൽ ഉയർത്തി വളരെ മൃഗീയമായി അവനെ കടിച്ചു കീറി. നിമിഷങ്ങൾക്കുള്ളിൽ രക്തം പറഞ്ഞ ക്ലാർക്ക് അവിടെ വെച്ച് തന്നെ മരിച്ചു വീണു. അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ബഹളങ്ങൾക്കിടയിലൂടെ മേരി എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടി. ഒരു വാതിൽ തകർത്ത് പുറത്തേക്ക് വന്ന മേരി ചെന്ന് പെട്ടത് ഒരു പുറംലോകത്തെ തെരുവ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ്. എന്നാൽ അതും ആ ബാക്ക് റൂംസിനുള്ളിലെ മറ്റു വിചിത്രമായ മുറി തന്നെയായിരുന്നു. അവൾക്കവിടെ ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല, കാരണം ആ ഭീകരജീവി അപ്പോഴും അവളെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ അടുത്തുള്ള മറ്റു മുറിയിലേക്ക് ഓടിക്കയറി. പഴയ വിളക്കുകളും ഉപേക്ഷിക്കപ്പെട്ട ഫർണിച്ചറുകളും ഒരിക്കലും അവസാനിക്കാത്ത വിചിത്രമായ മുറികളിലൂടെയുള്ള ഒരു വലിയ ഓട്ടപ്പാച്ചിലായിരുന്നു പിന്നീട് അവിടെ നടന്നത്. പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ മേരി കാൽ വഴുതി താഴെ വീഴുകയും ഒരു ഫർണിച്ചറിലിടിച്ച് അവൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. കാലിൽ നല്ല വേദനയുണ്ടായിട്ടും മുടന്തിക്കൊണ്ട് അവൾ മുന്നോട്ട് തന്നെ ഓടി. അവളുടെ ഓരോ കാലൊച്ചയും ആ കടൽ കൊള്ളക്കാരനെ പോലുള്ള ജീവി പിന്തുടരുന്നുണ്ടായിരുന്നു. ഓടിയോടെ അവൾ അവസാനം എത്തിയത് വളരെ വലിയ അനന്തമായ ഒരു അഗാധ ഗർത്തത്തിന് മുന്നിലാണ്. ഇനി മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ആ വലിയ ചുമരിലെ ചെറിയ പടവുകൾ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങി. തൻ്റെ സർവ്വശക്തിയും എടുത്ത് വളരെ കഷ്ടപ്പെട്ട് അവൾ ആ ചുമലിലൂടെ മുകളിലേക്ക് കയറി. ആ ജീവി വളരെ പിന്നിലാക്കി അവൾ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ മുകളിലേക്ക് എത്തിയ അവൾ കണ്ട കാഴ്ച അവളെ കൂടുതൽ ഭയപ്പെടുത്തി. അവളിപ്പോൾ നിൽക്കുന്നത്
ക്ലാർക്കിൻ്റെ പഴയ ഫർണിച്ചർ കടയ്ക്ക് സമാനമായ മറ്റൊരു കടയിലാണ്. ആ സ്ഥലം കണ്ടാൽ ക്ലാർക്കിൻ്റെ കട പോലെ തന്നെ ഇരിക്കും. എന്നാൽ അവിടെയുള്ള ഫർണിച്ചറുകളെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു. അത് യഥാർത്ഥ ലോകമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയോടെ അവൾ ആ കടയുടെ പ്രധാന വാതിലിനടുത്തേക്ക് ഓടിച്ചെന്നു. തൻ്റെ സർവ്വശക്തിയുമെടുത്ത് അവൾ ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് തുറക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പൂർണ്ണമായും അവിടെ കുടുങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഏറ്റവും ഭയാനകരമായ ആ യാഥാർത്ഥ്യം അവൾക്ക് മനസ്സിലാകുന്നത്. ആ ബാക്ക് റൂംസ് ഇപ്പോൾ അവളെ പൂർണ്ണമായും അതിനുള്ളിലാക്കിയിരിക്കുന്നു. ക്ലാർക്കിൻ്റെ ഫർണിച്ചർ കടയിൽ അവൾ കണ്ട ആ ഭീകരജീവി യഥാർത്ഥത്തിൽ ചുമരിലെ ചിത്രത്തിൽ വരച്ചിരുന്ന അതേ ജീവി തന്നെയായിരുന്നു. ആ ജീവി അടുത്തേക്ക് വരുന്ന കണ്ട മേരി തൻ്റെ ഭയമെല്ലാം മാറ്റിവെച്ച് അതിനോട് പോരാടാൻ തീരുമാനിച്ചു. അടുത്തുണ്ടായിരുന്ന ഒരു കോട്ട് സ്റ്റാൻഡ് എടുത്ത് അവൾ ആ ജീവിയുടെ മരക്കാലിൽ ശക്തമായി അടിച്ചു പൊട്ടിച്ചു. മേരി താഴേക്ക് വീണു. അവിടെ മുഴുവൻ വലിയൊരു ബഹളം തന്നെ നടന്നു. അവൾ വീണ്ടും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ നിന്ന് വളരെ കട്ടിയുള്ളൊരു ഗ്യാസ് അവിടേക്ക് പടരാൻ തുടങ്ങി. ആ ശ്വാസം ശ്വസിച്ച് അവളുടെ ശരീരം പതുക്കെ തളരാൻ തുടങ്ങി. ആ ജീവി വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ആ പഴയ കല്ല്, അവളുടെ ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ, അതുപയോഗിച്ച് അതിൻ്റെ തലയിൽ വളരെ ശക്തിയായി ഇടിച്ചു. ആ വലിയ ഇടിയിൽ ആ ജീവിക്കൊന്ന് ബോധം നശിച്ചതുപോലെയായി. ആ കിട്ടിയ ചെറിയ സമയം കൊണ്ട് മേരി അവിടെ നിന്നും വീണ്ടും ഓടി രക്ഷപ്പെട്ടു. അവൾ നിർത്താതെ ആനന്ദമായ ഇടനാഴികളിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. അവസാനം അവൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഒരു യഥാർത്ഥ വാതിൽ ലഭിച്ചതുപോലെ തോന്നി. താൻ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ച ആ കൃത്യ നിമിഷത്തിൽ പെട്ടെന്ന് അവിടേക്ക് പ്രത്യേകതരം ഹാസ്മാറ്റ് സ്യൂട്ട്സ് ധരിച്ച് കുറേ ആളുകൾ വന്നവളെ വളഞ്ഞു. അവർ അവളെ കീഴ്പ്പെടുത്തുകയും ഗ്യാസ് ഉപയോഗിച്ച് അവളെ പൂർണ്ണമായി മയക്കി കിടത്തുകയും ചെയ്തു. അവർക്ക് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു, ഇവളെങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് നിന്നും ജീവനോടെ പുറത്തു വന്നത് എന്ന്. മയക്കത്തിലായ മേരിയെ അവരോട് തന്നെ വളരെ രഹസ്യമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് അവർ അവളെ എക്സ്റേ ഉൾപ്പെടെയുള്ള നിരവധി മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. അവളെ ആ കേന്ദ്രത്തിലെ പല ഇടനാഴികളിലൂടെയും അവർ കൊണ്ടുപോകുമ്പോൾ മേരി ഒരു കാഴ്ച കാണുന്നു. തന്നെ ആക്രമിക്കാമെന്ന ആ ജീവിയുടെ മൃതദേഹം അവർ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവൾ കണ്ടു. കുറച്ച് സമയത്തിന് ശേഷം ഫിൽ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ക്ലാർക്കിനെയും മേരിയെയും രഹസ്യ ക്യാമറകളോട് നിരീക്ഷിച്ചിരുന്ന അതേ വ്യക്തി തന്നെയായിരുന്നു അത്. അയാൾ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം മേരിയോട് നേരിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ആ ബാക്ക് റൂംസിനുള്ളിൽ പ്രവേശിച്ചത്? മേരി അവനോട് പറഞ്ഞു, ഒരു ഫർണിച്ചർ കടയുടെ താഴത്തെ നിന്നുള്ള രഹസ്യ ചുമരിലൂടെയാണ് ഞാൻ അതിലേക്ക് കടന്നത്. തുടർന്ന് അവൾ അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് ക്ലാർക്കിനെ അറിയാമോ? കാരണം ക്ലാർക്കിൻ്റെയും അവരുടെ കടയുടെയും ഫോട്ടോകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഫില്ല വലിയ സത്യം മേരിയോട് തുറന്നു പറയാൻ തീരുമാനിക്കുന്നത്. അയാൾ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ റെസൊണൻസ് മെഷീനുകൾ നിർമ്മിക്കുന്ന ജോലിയിലായിരുന്നു. എന്നാൽ ഒരിക്കൽ അബദ്ധത്തിൽ ഞങ്ങൾ ഈ ബാക്ക് റൂംസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. അന്നു മുതൽ ഞങ്ങളുടെ ലക്ഷ്യം ഈ വിചിത്ര ലോകത്തെക്കുറിച്ച് പഠിക്കുക എന്നത് മാത്രമാണ്. ഫില്ല അവളോട് മറ്റു വലിയ സത്യം കൂടി വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് അയാൾ സ്വയം ഈ ബാക്ക് റൂംസിലേക്ക് കുടുങ്ങിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടതിന് ശേഷം തൻ്റെ ജീവിതകാലം മുഴുവൻ ഈ അവസാനമില്ലാത്ത ലോകത്തെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ മാപ്പുകൾ തയ്യാറാക്കാനും യഥാർത്ഥത്തിൽ ഈ സ്ഥലം എന്താണെന്ന് കണ്ടുപിടിക്കാനും വേണ്ടി അയാൾ മാറ്റിവെച്ചു. എന്നാൽ ഇത്രയും വർഷങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടും ഈ സ്ഥലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നയാൾ സമ്മതിച്ചു. എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള പുതിയ പുതിയ പ്രവേശന കവാടങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതിൻ്റെയൊക്കെ അവസാന ഫലം എന്തായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്ന് ഫിൽ അവളോട് പറഞ്ഞു. തനിക്കിതെല്ലാം ഇപ്പോഴറിയാമല്ലോ, ഇനി തന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മേരി ചോദിച്ചു. എന്നാൽ അതിനൊരു മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മേരിയുടെ മനസ്സ് പൂർണ്ണമായും സമനില തെറ്റാൻ തുടങ്ങി. അവളുടെ ഉള്ളിൽ ആഴത്തിൽ കുഴിച്ചുമൂടപ്പെട്ട കുട്ടിക്കാലത്തെ ഭയാനകരമായ ഓർമ്മകൾ വളരെ ശക്തമായി തിരികെ വരാൻ തുടങ്ങി. അവളുടെ പഴയ വീട് പൊളിച്ചു മാറ്റുന്നത്, അവളുടെ അമ്മയുടെ മുഖം, വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ, ഇതെല്ലാം അവളുടെ മനസ്സിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു വന്നു. കൃത്യം ആ സമയത്താണ് വളരെ ഭയപ്പെടുത്തുന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്. മുൻപ് ക്ലാർക്ക് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരുടെ ഓർമ്മകളുടെ അവശിഷ്ടങ്ങളാണ് ഈ ബാക്ക് റൂംസ് നിലനിർത്തുന്നത്. ഈ അനന്തമായ ഇടനാഴികളിൽ അവിടെ പ്രവേശിച്ച ആളുകളുടെ ഭൂതകാല ഓർമ്മകൾ ഓരോന്നായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഡോക്ടർ മേരിയുടെ പഴയ പുസ്തകങ്ങൾ, ക്യാറ്റിൻ്റെയും ബോബിയുടെയും ഫോട്ടോകൾ, എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പഴയ ഓർമ്മകൾ, ഇവയെല്ലാം അവിടെ രൂപം കൊള്ളാൻ തുടങ്ങി. കഥയുടെ അവസാന നിമിഷത്തിൽ നമ്മൾ ആ ബാക്ക് റൂംസിൻ്റെ ഏറ്റവും ഉള്ളിലായി ഒരു കാഴ്ച കാണുന്നു. മേരിയെപ്പോലെ തന്നെ ഇരിക്കുന്ന, എന്നാൽ അവളിൽ നിന്നും തികച്ചും വ്യത്യസ്തയായ മറ്റൊരു സ്ത്രീ അവിടെ നിൽക്കുന്നു. യാതൊരു വികാരങ്ങളുമില്ലാത്ത ശൂന്യമായ രൂപമായിരുന്നു അത്. ക്ലാർക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ അവളുടെ സ്വന്തം ഓർമ്മകളിൽ നിന്നും ജനിച്ച വികാരങ്ങളില്ലാത്ത അവളുടെ സ്വന്തം പകർപ്പ്, ഹോളോ റെപ്ലിക്ക. ഈ വലിയ ഭയാനകമായ സത്യം കാണിച്ചുകൊണ്ടാണ് ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബാക്ക് റൂംസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കൂ. നമുക്ക് മറ്റൊരു പുതിയ കഥയുമായി വീണ്ടും കാത്തിരുന്ന് കാണാം.